മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/6/2008 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവാതിരയാണ് നക്ഷത്രം. തിരുവാതിര 1-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ. 2-ൽ കുജൻ, കേതു, ഗുളികൻ. 3-ൽ ശനി. 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വ്യാഴം. 8-ൽ രാഹു. 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ കൂടിയാണിത്. സ്ത്രീ ജാതകവുമാണിത്. മിഥുന ലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അറിവിൻ്റെ കാരകൻ ബുധൻ 12-ൽ സൂര്യനോടൊത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ 2-ൽ ധനസ്ഥാനത്ത് നീചനായി കുജൻ. കർക്കിടകത്തിൽ കുജൻ നീചനാണ്. അവിടെ രാഹു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുളികൻ കേതു എവിടെ നിന്നാലും അവിടേക്ക് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും, ഏതൊരു ഗ്രഹനിലയിലും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് ഇവിടെ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത്. 2-ൽ കുജൻ, കേതു, ഗുളികൻ. നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നത് വഴി എന്തെങ്കിലുമൊക്കെ മനസ്സിന് ടെൻഷൻസ്, അസ്വസ്ഥതകൾ, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഒരു ആത്മവിശ്വാസമില്ലായ്ക എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അതിന് തക്ക അറിവ്, കഴിവ് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന സമയത്ത് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ പെരുമാറുക, ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക പോലെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്വഭാവ രീതികൾ ഇത്തരക്കാർക്ക് പൊതുവേ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് ഗുളികൻ, ശനി, രാഹു, കേതു ഒപ്പം നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും അത്തരക്കാർക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. നമ്മൾ പഠിച്ച, അറിഞ്ഞ, മനസ്സിലാക്കിയ, അറിവ് വെച്ച ഒരു കാര്യം ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറമുള്ള റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള അനുഭവം, ഗുണം, നേട്ടം, മെച്ചം ഒക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ നേരെ മറിച്ച് ചെയ്യുന്ന അറിവുള്ള ഒരു കാര്യത്തിൽ പോലും ആത്മവിശ്വാസമില്ലാതെ അത് ചെയ്താൽ, പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം ഒരുപക്ഷെ നെഗറ്റീവ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഇതിന് കൃത്യമായിട്ട് തന്നെ പരിഹാരം ചെയ്തു പോകേണ്ടുന്ന കാറ്റഗറിയിൽപ്പെടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയാണ്. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ ലഗ്നത്തെ സുരക്ഷിതമാക്കത്തക്ക രീതിയിലുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും ചെയ്തു തന്നെ പോയാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആത്മവിശ്വാസക്കുറവ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊരു പ്രധാന ശത്രു തന്നെയാണ് ഏതൊരാളെ സംബന്ധിച്ചും. ആത്മവിശ്വാസമാണ് ഒരു പക്ഷേ പ്രതിസന്ധിയിലാകപ്പെട്ട് നിൽക്കുമ്പോൾ പോലും ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത്. ആ ഏക ഘടകം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ പല പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ അതിന് കൃത്യമായി തന്നെ പരിഹാരം എടുത്തു പോകേണ്ടതാണ്. അതുപോലെ തന്നെ ധനസ്ഥാനമാണ് ഏതൊരാൾക്കും ലഗ്നാൽ 2. അവിടെയാണ് നീചനായി കുജൻ, കേതു, ഗുളികൻ. ധനം എന്ന് പറയുന്ന അവസ്ഥ ഇദ്ദേഹത്തിന് പഠിച്ച് ജോലി ഒക്കെ വാങ്ങിയ ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് പ്രത്യേകം ഒരു ശ്രദ്ധ പതിപ്പിച്ച് തന്നെ വേണം പോകാനായിട്ട്. 1. 2, ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപൻ ശുക്രനോടൊത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി തൻ്റെ 10-ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 12-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനും നിൽക്കുന്നുണ്ട്. പണം അമിതമായി ചിലവായി പോകുന്ന അവസ്ഥകൾ, അത്തരം സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അതിന് കൃത്യമായി ഒരു നിഷ്കർഷ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾ പാലിച്ച് തന്നെ വേണം ജീവിതത്തെ കാണാനായിട്ടും മുന്നോട്ട് പോകാനായിട്ടും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇഷ്ടം പോലെ പണം വരുന്നുണ്ട്, പക്ഷേ അത് കയ്യിൽ നിൽക്കുന്നില്ല, ചിലവായി പോകുന്നു, ഒന്നിക്കിരട്ടിയായിട്ടെന്ന് പറയുന്നൊരവസ്ഥ. ഇത്തരം ഗ്രഹനില ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും 12-ൽ ശുക്രനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പണം ചിലവഴിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി, പ്രത്യേകിച്ചും ആഡംബര വസ്തുക്കൾ, ആഡംബരപ്രിയം തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധനം ധാരാളമായി ചിലവഴിച്ചോട്ടെ, പക്ഷേ അതിനൊരു കണക്ക് വയ്ക്കുക, അതിനൊരു ചിട്ടവട്ടം പാലിച്ച് ചിലവാക്കുക. അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെ പ്രധാനം തന്നെയാണ്. ഇത്തരം കാറ്റഗറിയിലുള്ള ഗ്രഹനിലയുള്ള ആളുകൾ, ഇത്തരം പാറ്റേണിലുള്ള ഗ്രഹനിലയുള്ള ആളുകൾ അത് നിർബന്ധമായും
പാലിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 3-ൽ ശനി നിൽക്കുന്നു. 3-ലെ ശനി മുടിവെച്ച് വാഴും എന്നാണ് പറയാറ്. എന്നാൽ ഇവിടെ 3-ൽ ഗുണം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്. ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടുള്ള ഗുണമാണ് ശനി ഇവിടെ ചെയ്യുക. 3-ൽ ശനി നിന്നു, അതുകൊണ്ട് മുടിവെച്ച് വാഴും എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് മുൻപ് അത് എന്തിൻ്റെ ക്ഷേത്രത്തിൽ ആരുടെയൊക്കെ ദൃഷ്ടിയിൽ ഏതവസ്ഥയിൽ നിൽക്കുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ ഫലം പലപ്പോഴും തലകുത്തനെ മറിയുന്നത്. ഇവിടെ തന്നെ വ്യാഴം ഹംസയോഗം കൊടുത്ത് ലഗ്നാൽ 7-ൽ നിൽക്കുന്നു. വളരെ വളരെ നല്ലതാണ്. വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നവാംശത്തിലും വ്യാഴത്തിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. പക്ഷേ അവിടേക്ക് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ മൈനസ് എന്ന് പറയുന്ന രാഹുവിൻ്റെ ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നത് കഴിഞ്ഞിട്ടുള്ള ഗുണം വ്യാഴം അവിടെ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഗുണമാണ് ചെയ്യുക എന്ന് തിരിച്ചറിയാനുള്ള അറിവ് നമുക്ക് വേണം. ഇതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. അതുപോലെ തന്നെയാണ് ഇവിടെ വ്യാഴം വളരെ ബലവാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. അംഗീകരിക്കാം. വ്യാഴദശ തന്നെയാണ് എന്ന് വെച്ചാൽ ഗുരുദശ തന്നെയാണ് നടക്കുന്നത്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7 അതുപോലെ തന്നെ 9 ഈ 3 ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ ശനിക്ക് നേരത്തെ പറഞ്ഞു മൈനസ്, അതായത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു, ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. അതിനെപ്പോലും പോസിറ്റീവാക്കി മാറ്റാൻ വന്ന് തട്ടുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കും. എന്ന് വെച്ചാൽ ആ പറഞ്ഞിട്ടുള്ള 2 നെഗറ്റീവ്സിലെ ഒരു പകുതിയോളം തന്നെ വ്യാഴത്തെ കൊണ്ടിവിടെ പരിഹരിക്കാൻ സ്വാഭാവികമായിട്ടും സാധിക്കും. ഉപരി ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരികയും ചെയ്യുന്നത്, ആ വ്യക്തിയിലേക്ക് ലഗ്നത്തിലേക്ക് വരികയും അവിടെ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ജ്യോതിഷത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ, ഒരു സൂചന തന്നെയാണ് എന്നും തിരിച്ചറിയുക. അതുകൊണ്ട് ഒന്നിലധികം നേട്ടങ്ങളുണ്ട്. 1, ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നു. 2, ലഗ്നത്തിലേക്ക് തന്നെയാണ് ആ ദൃഷ്ടി വരുന്നത്. 3, ലഗ്നത്തിലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതിനും ലഗ്നത്തെ സംരക്ഷിക്കുന്നതിനും വ്യാഴം അവിടെ സഹായഹസ്തമേകും എന്നതിലും സംശയമില്ല. പ്രത്യേകിച്ചും വ്യാഴദശ കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ വ്യാഴത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ വ്യക്തിക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ലഗ്നാൽ 7-ലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് വച്ചാൽ വിവാഹ സ്ഥാനത്ത്. അപ്പോൾ വർഗോത്തമം ചെയ്ത വ്യാഴവുമാണ്. കൃത്യമായി നല്ല ഭംഗിയുള്ള, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം ഇദ്ദേഹത്തിന് വരൻ എന്ന് പറയുന്ന സ്ഥാനത്ത് വരാൻ സാധ്യത കൂടുതൽ. ഇത് 100-ൽ 100 പേർക്കും അങ്ങനെ തന്നെ സംഭവിക്കൂ എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതൽ ആണ്. പ്രത്യേകിച്ചും വിവാഹ സ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ തൊഴിൽ സ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാഹുവിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ രാഹുവിൻ്റെ സാമീപ്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രഹനിലയിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിദേശ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ അന്യരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്ഷൻസ്, ബന്ധങ്ങൾ, ജോലി പോലെയുള്ളവ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഇവിടെയും അത് നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ അത് നല്ലതാണ്. കാരണം വ്യാഴം ബലവാനാണ്, വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്, ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനിലേക്ക് 10ാം ദൃഷ്ടി നടത്തുന്ന ശനിയിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. എന്നാൽ ശനി തിരിച്ച് വ്യാഴത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്കാണ് ഏതൊരു ഗ്രഹനിലയിലും ദൃഷ്ടി ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെലവുകളെ 100% ഇദ്ദേഹം വളരെ ജാഗ്രതയോടെ തന്നെ വേണം കണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച്, എന്നാൽ സന്തോഷത്തോടു കൂടി തന്നെയുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപൻ കൂടിയാണ്. ഉന്നതമായിട്ടുള്ള പഠനം, അതുപോലെ തന്നെ നേട്ടങ്ങൾ, ജോലി, ഗുണം, നേട്ടം, മെച്ചം എല്ലാം തന്നെ ഇദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ ചെറിയ ചില വിട്ടുവീഴ്ചകൾ, ചെറിയ ചില ജാഗ്രത കൂടുതലുകൾ നടത്തി തന്നെ വേണം ഇത്തരക്കാർ പോകാനായിട്ട്. 10ാം ഭാവാധിപനും വ്യാഴമാണ്. ഹംസ മഹായോഗം കൊടുത്താണ് നിൽക്കുന്നത്. പ്രസ്തുത വ്യാഴമാണ് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. ലഗ്നത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഉപരി വ്യാഴദശ, ഗുരുവിൻ്റെ ദശ നടക്കുകയും ചെയ്യുന്നു. തുടങ്ങിയതേ ഉള്ളൂ. സ്വാപഹാരം നടക്കുകയാണ്. ഏതൊരു വലിയ മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിൽ പോലും സ്വാപഹാരം അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിയുക.
അതിലും ചില വ്യത്യസ്ത കണക്കുകളുണ്ട്. അപ്പോൾ ലഗ്നം കർക്കിടകമായിട്ട് വരുന്നു, അതല്ലെങ്കിൽ വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു, ഹംസമഹായോഗം വ്യാഴം ഉച്ചത്തിലാണ്. ഇത്തരക്കാർക്ക് സ്വാപഹാരത്തിലും വളരെ വലിയ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയിൽ ജനിച്ചു, തിരുവാതിരയാണ് നക്ഷത്രം. 2008 തൊട്ട് 2023 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2023 തൊട്ട് 2039 വരെ, അതിനുശേഷം ശനി 39 തൊട്ട് 2058 വരെ, അതിനുശേഷം ബുധൻ 2058 തൊട്ട് 75 വരെ, ശേഷം കേതു, ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞു, ഗുരുവിൽ ഗുരു സ്വാപഹാരം നടക്കുന്നു 9/10/2023 തൊട്ട് 26/11/2025 വരെ. അപ്പോൾ ഈ ഒരു കാലം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഭയപ്പാടോട് ശ്രദ്ധിക്കണമെന്നും എന്നതിനർത്ഥമില്ല. ഒരു ശ്രദ്ധ കൊടുത്തു പോവുക. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർബന്ധമായി തന്നെ, ലഗ്നാധിപൻ 12-ൽ നിൽക്കുന്നത് കൊണ്ടും ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് വ്യാഴത്തിൻ്റെ എഫക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പവറിനെ കൂട്ടുന്നതിനും വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ രീതിയിൽ ജോലി സംബന്ധമായും വിവാഹ സംബന്ധമായിട്ടും എത്താൻ സാധ്യത കൂടുതലുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.